ഇതിനു BSOG 171 എന്ന പേപ്പറിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 7ാമത്തെ ചോദ്യം നമ്മൾ നോക്കുകയായിരുന്നു. റൈറ്റ് ബ്രീഫ്ലി അബൌട്ട് ദ സോഷ്യൽ ക്ലാസസ് ഇൻ റൂറൽ ഇന്ത്യ. ഗ്രാമീണ ഭാരതത്തിലെ സാമൂഹ്യ വിഭാഗങ്ങളെ കുറിച്ച് ഒരു ചെറു വിവരണം നൽകാമോ എന്നാണ് ചോദ്യം. ലാൻഡ് ലോഡ്സ് ഉണ്ടായിരുന്നു, ഇവിടെ കർഷകരുണ്ടായിരുന്നു, അങ്ങനെ ഇടത്തരക്കാരുണ്ടായിരുന്നു, അങ്ങനെ പല വിഭാഗം മനുഷ്യര് ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ദി ലാൻഡ് റിഫോം മെഷേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇൻ ദ 1950s failed to create a socially homogeneous class of cultivators. 1950കളില് ഇന്ത്യയിലെ ഭൂപരിഷ്കരണ ഒക്കെ നടപടികളൊക്കെ കൊണ്ടുവന്നു. ഇതിന്റെ ഭാഗമായിട്ട് സാമൂഹ്യമായ ഒരു സമത്വമുള്ള കർഷക വിഭാഗത്തെയൊക്കെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു. പക്ഷേ അത് ഏറെക്കുറെ പരാജയപ്പെട്ടു എന്ന് പറയാം. All the same, the top strata of the agrarian hierarchy, പലപ്പോഴും കാർഷിക സമൂഹത്തിലെ ആ ടോപ്പ് സ്ട്രാറ്റ എന്ന് പറയുന്ന അല്ലെങ്കിൽ വരേണ്യ വിഭാഗം എന്ന് പറയുന്നത് സെമീന്ദാർമാരാണല്ലോ. They lost their right to extract taxes from peasants. കർഷകരിൽ നിന്ന് ഇതുവരെയും നികുതി പിരിച്ചുകൊണ്ടിരുന്നവർ ആ ജമീന്ദാർമാർക്ക് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കാലഘട്ടത്തിൽ നികുതി പിരിക്കാനുള്ള അവകാശമൊക്കെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു. They were left with truncated land holdings. ട്രങ്കേറ്റഡ് ലാൻഡ് ഹോൾഡിങ്സ് എന്ന് വെച്ചാൽ അവരുടെ കൃഷിഭൂമിയൊക്കെ അല്ലെങ്കിൽ അവരുടെ ഭൂമിയൊക്കെ പലതും വെട്ടി ചുരുക്കപ്പെട്ടു, കട്ട് ഷോർട്ട് ചെയ്യപ്പെട്ടു. ദർ എക്കണോമിക് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സുപ്രീമസി വാസ് ഓൾസോ ബ്രോക്കൺ. അവരുടെ സാമ്പത്തിക മേധാവിത്വം, സാമൂഹികമായ മേധാവിത്വം, രാഷ്ട്രീയ മേധാവിത്വം എല്ലാം തകർന്നു. എ സ്മോൾ പോർഷൻ ഓഫ് ദം കണ്ടിന്യൂഡ് ടു ലീവ് ആസ് റെന്റേഴ്സ്. അതിലൊരു ചെറിയ വിഭാഗം അപ്പോഴും വാടക നൽകുന്ന ആൾക്കാരായിട്ട് അല്ലെങ്കിൽ ഒക്കെ ഭൂമി നൽകുന്ന ആൾക്കാരായിട്ട് പിന്നെയും തുടർന്നു വന്നു. ദ റെസ്റ്റ് ഹാവ് ടേക്കൺ ടു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ മാനേജ്മെന്റ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ദെയർ ഫാം. ബാക്കിയുള്ള ആൾക്കാർ അവരുടെ കൃഷിത്തോട്ടം മാനേജ് ചെയ്തുകൊണ്ടും അതിന് സജീവമായി കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടുമൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. ഇനി പെസന്റ് പ്രൊപ്രൈറ്റേഴ്സിനെ കുറിച്ചാണ് അടുത്ത ഒരു കാറ്റഗറി, സോഷ്യൽ കാറ്റഗറി. ലാൻഡ് ലോഡ്സ് കൂടാതെ ഉണ്ടായിരുന്ന തൊട്ട് താഴെ കാണുന്ന മറ്റൊരു വിഭാഗമാണ് ദേ മേ ബി ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറീസ്. ഈ പെസന്റ് പ്രൊപ്രൈറ്റേഴ്സ് എന്ന് പറയുന്നത്, കർഷകരായിട്ടുള്ള ഭൂവുടമകൾ എന്ന് പറയുന്നത്, അവർ 3 വിഭാഗമുണ്ട്. സമ്പന്ന കർഷകരുണ്ട്, ഇടത്തരം കർഷകരുണ്ട്, ദരിദ്ര കർഷകരുണ്ട്. അതിൽ ആദ്യത്തെ വിഭാഗം റിച്ച് പെസൻസ് ആണ്. ദേ ആർ പ്രൊപ്രൈറ്റേഴ്സ് വിത്ത് കൺസിഡറബിൾ ലാൻഡ് ഹോൾഡിങ്സ്. ഗണ്യമായ കൈവശ ഭൂമി ഉണ്ടായിരുന്നവരാണ് ഇവർ. ദേ പെർഫോം നോ ഫീൽഡ് വർക്ക്. ഒരു കൃഷിത്തോട്ടത്തിലോ വയലിലോ പോയി പണിയെടുക്കില്ല, ബട്ട് സൂപ്പർവൈസ് കൾട്ടിവേഷൻ ആൻഡ് ടേക്ക് പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇൻ ലാൻഡ് മാനേജ്മെന്റ്. അവർ കൃഷിയിൽ മേൽനോട്ടം വഹിക്കും, അതുപോലെ തന്നെ ലാൻഡ് മാനേജ്മെന്റിൽ അവർ ശ്രദ്ധ കൊടുക്കും, ആൻഡ് ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ കൃഷിഭൂമിയുടെ മെച്ചപ്പെടുത്തൽ. ഇനി അടുത്തത് മിഡിൽ പെസൻസ് ആണ്. ദേ ആർ ലാൻഡ് ഓണേഴ്സ് ഓഫ് മീഡിയം സൈസ് ഹോൾഡിങ്സ്. അവര് ഇടത്തരം കൃഷിഭൂമിയുടെ ഭൂവുടമകളാണ്. ദേ ആർ ജനറലി സെൽഫ് സഫിഷ്യന്റ്. സാധാരണഗതിയിൽ അവർ അത്യാവശ്യം സ്വയം പര്യാപ്തരൊക്കെയാണ്. ദേ കൾട്ടിവേറ്റഡ് ദ ലാൻഡ് വിത്ത് ഫാമിലി ലേബർ. അവരുടെ കുടുംബത്തിലെ അംഗങ്ങളൊക്കെ തന്നെ അധ്വാനിച്ച് അവർ കൃഷി ചെയ്യുന്നു. അങ്ങനെ രീതിയിലാണ് ഈ ഇടത്തരം കർഷകരുടെ കാര്യം. അടുത്തത് ദരിദ്ര കർഷകർ എന്ന് പറയുന്ന വിഭാഗമാണ്. ദേ ആർ ലാൻഡ് ഓണേഴ്സ് വിത്ത് ഹോൾഡിങ്സ് ദാറ്റ് ആർ നോട്ട് സഫിഷ്യന്റ് ടു മെയിൻറ്റെയിൻ എ ഫാമിലി. ഒരു ഫാമിലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടത്ര ഭൂമിയൊന്നും കയ്യിലില്ലാത്ത ആൾക്കാരാണ് ഈ പുവർ പെസൻസ് എന്ന് പറയുന്നത്. ദേ ആർ ഫോഴ്സ്ഡ് ടു റെന്റ് ഇൻ അതേഴ്സ് ലാൻഡ്. മറ്റുള്ളവരുടെ ഭൂമിയിൽ പോയി ജോലി ചെയ്യാൻ അവര് നിർബന്ധിതരായിരുന്നു. ഓർ സപ്ലിമെന്റ് ഇൻകം ബൈ വർക്കിംഗ് ആസ് ലേബറേഴ്സ്. മറ്റുള്ളവരുടെ ഭൂമി വാടകയ്ക്ക് എടുത്ത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ തൊഴിലാളികളായിട്ട് ജോലി ചെയ്തുകൊണ്ട് കൂലി നേടുകയോ ചെയ്യുന്ന രീതിയിലാണ് ഈ പാവപ്പെട്ട കർഷകർ. അവർക്ക് സ്വന്തമായ ഭൂമി ഉണ്ടായിരുന്നില്ല. ഇതാണ് അവരുടെ പ്രത്യേകത. ദേ കൺസ്റ്റിറ്റ്യൂട്ട് എ ലാർജ് സെഗ്മെന്റ് ഓഫ് ദ അഗ്രികൾച്ചറൽ പോപ്പുലേഷൻ. ഇവരായിരുന്നു ഈ സ്വന്തമായ ഭൂമി ഇല്ലാത്ത മറ്റുള്ളവരുടെ തോട്ടങ്ങളിൽ കൂലിപ്പണി എടുക്കേണ്ടി വരുന്ന കർഷക തൊഴിലാളികൾ. അവരായിരുന്നു ഇന്ത്യൻ ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും എന്ന് പറയാം, ഒരു ലാർജ് സെഗ്മെന്റ് ഇവരായിരുന്നു. ഇനി ഇവരെ കൂടാണ്ട് അടുത്തതാണ് ടെനൻസ് എന്ന് പറയുന്ന, കുടിയാന്മാരെന്ന് പറയുന്ന വിഭാഗം. ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന്റെ ആ നാളുകളിൽ ദർ വെർ വേരിയസ് കാറ്റഗറീസ് ഓഫ് ടെനൻസ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നാളുകളിൽ പലതരം ടെനൻസ് ഉണ്ടായിരുന്നു, കുടിയാന്മാരുണ്ടായിരുന്നു. ബ്രോഡ്ലി ദേ കുഡ് ബി ക്ലാസിഫൈഡ് ആസ് ടെനൻസ്. എല്ലാവരെയും ചേർത്ത് നമുക്ക് മൊത്തത്തിൽ ടെനൻസ് എന്ന് പറയാം. അപ്പോൾ ടെനൻസ് ഉണ്ട്. ഈ ടെനൻസിന്റെ കീഴിൽ, കുടിയാന്മാരുടെ കീഴിലുള്ള കുടിയാന്മാരുണ്ട്, ഉപകുടിയാന്മാരെന്നൊക്കെ നമുക്ക് പറയാം, സബ് ടെനൻസ്. പിന്നെ ഷെയർ ക്രോപ്പേഴ്സ് ഉണ്ട്. അതായത് വിളവിന്റെ ഒരു ഭാഗം അവർക്ക് കൂലിയായി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്.
സെമീന്ദാരി ഏരിയാസ് ഉണ്ട്, സെമീന്ദാരി പ്രദേശങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ദർ വർ മെനി സബ് കാറ്റഗറീസ്, അവിടെയും ഉണ്ട് പല സബ് കാറ്റഗറീസ് ബിറ്റ്വീൻ ദ സെമീന്ദാർസ് ആൻഡ് ദ ആക്ച്വൽ കൾട്ടിവേറ്റർ. സെമീന്ദാർമാർക്കിടയിലും യഥാർത്ഥ കർഷകർക്കിടയിലും പല ഉപവിഭാഗങ്ങൾ വേറെയുമുണ്ട്. ഹു വർ ഇൻ ജനറൽ ഷെയർ ക്രോപ്പേഴ്സ്, അവരും ഇത്തരത്തിൽ ജനറൽ ഷെയർ ക്രോപ്പേഴ്സ് ആണ്. ടെനൻസ് ഓൺ ദ ഓൾ എൻജോയ്ഡ് ഒക്യുപ്പൻസി റൈറ്റ്. ഈ ടെനൻസിന് ആ ഭൂമിയുടെ ഒക്യുപ്പൻസി റൈറ്റ് ഉണ്ടായിരുന്നു എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈവശം വയ്ക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ദേ കുഡ് നോട്ട് ബി എവിക്റ്റഡ്, അവരെ കുടിയൊഴിപ്പിക്കാനോ ഇറക്കി വിടാനോ ഒന്നും സാധിക്കില്ല കൃഷിഭൂമിയിൽ നിന്ന്. സച്ച് ടെനൻസ് ഇൻ ജനറൽ എൻജോയ്ഡ് സം സെക്യൂരിറ്റി ഓഫ് ടെനർ. അത്തരം ടെനൻസിന് അവരുടെ കാലാവധിയിൽ ഒരു ഉറപ്പുണ്ട്. കാരണം ഇത്ര കാലം കഴിഞ്ഞാൽ അവർ ഇറക്കി വിടുകയൊന്നുമില്ല. ബട്ട് വേർ ലയബിൾ ടു എവിക്ഷൻ. പക്ഷെ എന്താണ്, ഏത് ഇത്ര കാലാവധി എന്ന് പറയാൻ അവരും എപ്പോഴെങ്കിലും ഒക്കെ കുടിയൊഴിക്കപ്പെടാൻ സാധ്യതയുള്ളവർ തന്നെയായിരുന്നു. ഇനി ഷെയർ ക്രോപ്പേഴ്സ് ഓൺ ദി അതർ ഹാൻഡ്, എന്നാൽ ഷെയർ ക്രോപ്പേഴ്സ് നേരെ മറിച്ച് ഡിഡ് നോട്ട് ഹാവ് എനി സെക്യൂരിറ്റി ഓഫ് ടെനർ. അവർക്ക് അവരുടെ കാലാവധിയിലോ കാര്യത്തിൽ പോലും ഒരു ഉറപ്പില്ല, എപ്പോൾ വേണമെങ്കിലും അവർ ഇറക്കി വിടാം. ആൻഡ് വേർ അറ്റ് ദ മേഴ്സി ഓഫ് ദ അഫ്ലുവന്റ് സെക്ഷൻ ഓഫ് ദ ടെനൻസ്. അവര് പിന്നെയും നിലനിൽക്കുന്ന ആരുടെ കാരുണ്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അത്യാവശ്യം സാമർഥ്യവും അല്ലെങ്കിൽ സ്വാധീനവുമുള്ള കുടിയാന്മാരുടെ ആ ഒരു സ്വാധീനത്തിന് കീഴിലാണ് വിധേയപ്പെട്ട് നിൽക്കേണ്ടി വരുന്നത്. ആൻഡ് സബ് ടെനൻസ് ദേ വർ ട്രാൻസ്ഫോംഡ് ഇൻ ടു പെസന്റ് പ്രൊപ്രൈറ്റേഴ്സ്. അവര് പണ്ട് കാലത്ത് ടെനൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ പെസന്റ് പ്രൊപ്രൈറ്റേഴ്സ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട അത്യാവശ്യം മെച്ചപ്പെട്ടവര് വിത്ത് ടെനൻസി റിഫോം പ്രോഗ്രാം. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ ഈ കുടിയാക്കിടപ്പ് പരിഷ്കാര ഭൂ നടപടികളൊക്കെ വന്നതോടുകൂടി അല്പം എന്ത് ചെയ്യുന്നത്, പെസന്റ് പ്രൊപ്രൈറ്റർമാരുടെ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടവരുടെ കാരുണ്യത്തിൽ കഴിഞ്ഞിരുന്നവരാണ് ഈ പല ഷെയർ ക്രോപ്പേഴ്സും എന്നാണ് പറഞ്ഞു വരുന്നത്. ഷെയർ ക്രോപ്പേഴ്സ് ഓൺ ദി അതർ ഹാൻഡ് ഗെയിൻഡ് ലിറ്റിൽ ഫ്രം ദീസ് പ്രോഗ്രാംസ്. പക്ഷെ ഇത്തരം ഈ കർഷകർക്കും ടെനൻസിനും ഒക്കെ ഈ ഗവൺമെന്റിന്റെ ഭൂമി പരിഷ്കാരവും കുടികിടപ്പ് അവകാശ നിയമവും ഒക്കെ വന്നപ്പോൾ ഗുണം കിട്ടിയെങ്കിലും അത്രയൊന്നും ഗുണം കിട്ടാത്ത ആൾക്കാരാണ് ഈ ഷെയർ ക്രോപ്പേഴ്സ്. അവർക്ക് തീരെ ഗുണം കിട്ടിയില്ലെന്ന് പറയാം, തീരെ ഗെയിൻ ഉണ്ടായില്ല എന്ന് പറയാം. വിത്ത് സെക്കൻഡ് ഫേസ് ഓഫ് ദ ലാൻഡ് റിഫോം, ഭൂപരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലോട് കൂടിയിട്ട് സീലിംഗ് ഓൺ ലാൻഡ് ഹോൾഡിംഗ്. എന്തായിരുന്നു ഭൂപരിഷ്കരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ സംഭവിച്ചത്? അതായത് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി ഗവൺമെന്റ് നിശ്ചയിച്ചു. അതിനപ്പുറത്ത് ഭൂമിയുള്ളത് മുഴുവനും ഗവൺമെന്റിന് വിട്ടുകൊടുക്കണം. ലാൻഡ് ഹോൾഡിങ്സിന് സീലിംഗ് വെച്ചു. ദർ വാസ് എ റിഡക്ഷൻ ഇൻ ദ എക്സ്റ്റെന്റ് ഓഫ് ടെനൻസി. അങ്ങനെ വന്നപ്പോൾ കുടികിടപ്പ് കുടിയാന്മാരുടെ എന്താണ് ഒക്കെ സാധ്യതകളൊക്കെ മങ്ങി. എത്ര വേണമെങ്കിലും ഭൂമി ഉണ്ടായിക്കോട്ടെ, അവിടെയൊക്കെ ആരെങ്കിലും കുടിയെടുപ്പ് താമസിപ്പിക്കാം എന്നുള്ള ആ സാധ്യതകളും മങ്ങി. ഷെയർ ക്രോപ്പിംഗ് ഹൗവർ കണ്ടിന്യൂ ഈവൻ ദെറാഫ്റ്റർ. പക്ഷേ ഷെയർ ക്രോപ്പിംഗ് അപ്പോഴും അതിനുശേഷവും തുടർന്നു. ഇന്ത്യയിൽ തീർച്ചയായും ഷെയർ ക്രോപ്പേഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഫ് നോട്ട് ദ ഓൺലി സെഗ്മെന്റ് ഓഫ് ടെനന്റ് ക്ലാസ്. ഈ ടെനന്റ് ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗവുമായിരുന്നു ഷെയർ ക്രോപ്പേഴ്സ്. പക്ഷെ അവർ മാത്രമല്ല, വേറെയും ഉണ്ടായിരുന്നു സെഗ്മെന്റ് ഓഫ് ടെനന്റ് ക്ലാസ് ഇൻ റൂറൽ ഇന്ത്യ ടുഡേ. ഇന്നും ഗ്രാമീണ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. ഓർഗനൈസേഷനലി ആൻഡ് പൊളിറ്റിക്കലി, സംഘടനാപരമായും രാഷ്ട്രീയപരമായിട്ടും പറയുമ്പോൾ ദേ ആർ വീക്ക്, അവർ വളരെ ദുർബലരാണ്. ദോ ദേ ഫോം എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ് ഓഫ് പെസന്റ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കർഷക സംവിധാനക്രമത്തിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഉപഘടകം കമ്പണന്റ് ആയിട്ട് അവരെ കണക്കാക്കുന്നുണ്ടെങ്കിൽ കൂടി സംഘടനാപരമായി ശക്തരല്ല അവര്, രാഷ്ട്രീയപരമായി ശക്തരല്ല അവര്, വീക്ക് തന്നെയാണ്. അവസാനം അഗ്രികൾച്ചർ ലേബറേഴ്സിന്റെ കാര്യം പറയാം. അതായത് മറ്റുള്ളവരുടെ തോട്ടങ്ങളിൽ കൂലിപ്പണി ചെയ്യുന്ന കർഷക തൊഴിലാളികളെ കുറിച്ചാണ് ഈ പറയുന്നത്. ദി അഗ്രികൾച്ചറൽ ലേബറേഴ്സ് വർ ആൻഡ് സ്റ്റിൽ ആർ. നേരത്തെയും ആയിരുന്നു, ഇപ്പോഴും അങ്ങനെയാണ്. ഈ കർഷക തൊഴിലാളികൾ ബ്രോഡ്ലി ഓഫ് 3 ടൈപ്സ്, 3 വിഭാഗങ്ങളുണ്ട്. പൊതുവെ വിശാലാർത്ഥത്തിൽ 3 ആയി തിരിക്കാം. സം ഓൺഡ് ഓർ ഹെൽഡ് എ സ്മോൾ പ്ലോട്ട്. ചില ആൾക്കാർക്ക് ചെറിയൊരു തുണ്ട് ഭൂമി കൈവശമുണ്ട് ഓഫ് ലാൻഡ് ഇൻ അഡീഷൻ ടു ഡ്രോയിങ് ദർ ലിവ്ലിഹുഡ് ഫ്രം സെയിൽ ഓഫ് ദർ ലേബർ. അവരുടെ കായികാധ്വാനം വിറ്റിട്ട് അവർക്ക് ജീവിക്കാം എന്നത് കൂടാതെ ഈ തുണ്ട് ഭൂമിയിൽ നിന്നുള്ള വരുമാനം അവർക്ക് പ്രയോജനപ്പെടുത്താം. അതേഴ്സ് വേർ ലാൻഡ്ലെസ്. വേറെയുള്ളവരെ പലരും ഈ കർഷക തൊഴിലാളികൾ എന്ന് പറയുന്ന കർഷക കൂലിപ്പണിക്കാര് അവര് ഭൂമിയില്ലാത്തവരായിരുന്നു. ആൻഡ് ലിവ്ഡ് എക്സ്ക്ലൂസീവ്ലി ഓൺ ഹയറിംഗ് ഔട്ട് ഓഫ് ദെയർ ലേബർ. അവരുടെ അധ്വാനശേഷി മറ്റുള്ളവർക്ക് വിറ്റുകൊണ്ടാണ് അവര്, അങ്ങനെ മാത്രമാണ്, എക്സ്ക്ലൂസീവ്ലി അങ്ങനെ തന്നെയാണ് അവർ ജീവിതം. അവർക്ക് അതല്ലാതെ വേറൊരു പോംവഴിയിലായിരുന്നു. ഇൻ റിട്ടേൺ ഫോർ ദർ ലേബർ, അവരുടെ അധ്വാനം നൽകുന്നതിന് പകരമായി ദി അഗ്രികൾച്ചറൽ ലേബറേഴ്സ് വർ പെയ്ഡ് വേജസ്. ഈ കർഷക തൊഴിലാളികൾക്ക് കൂലി ലഭിച്ചിരുന്നു. വിച്ച് വെർ വെരി ലോ. പക്ഷേ അതാകട്ടെ വളരെ താണതുമായിരുന്നു. ദെയർ കണ്ടീഷൻ ഓഫ് ലിവിംഗ് വാസ് ഫാർ ഫ്രം സാറ്റിസ്ഫാക്ടറി. അവരുടെ
ഉപജീവനവും അതുപോലെ തന്നെ ജീവിത സാഹചര്യവും തൃപ്തികരം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ ഒരുപാട് അകലെയായിരുന്നു. വേജസ് വേർ ജനറലി പെയ്ഡ് ഇൻ കൈൻഡ്. പലപ്പോഴും അവർക്ക് കൂലി കൊടുത്തിരുന്നത് സാധന രൂപത്തിലായിരുന്നു, കൈൻഡ് ആയിട്ടായിരുന്നു, പണമായിട്ടല്ല. ഫുഡ് ഗ്രെയിൻസ് ലൈക്ക് പാഡി, ഉദാഹരണത്തിന് നെൽ, കതിര് പോലുള്ള ധാന്യങ്ങൾ കൊടുത്തിരുന്നു. വീറ്റ്, ഗോതമ്പ് കൊടുത്തിരുന്നു. പൾസസ്, പയറുവർഗ്ഗങ്ങൾ കൊടുത്തിരുന്നു. സംടൈംസ് ക്യാഷ് വാസ് പെയ്ഡ് ഇൻ ലിeu ഓഫ് വേജസ് ഇൻ കൈൻഡ്. ചിലപ്പോഴൊക്കെ പണമാണ് പകരമായിട്ട്, കൂലിക്ക് പകരമായിട്ട് ചിലപ്പോൾ അങ്ങനെയും കൊടുത്തിരുന്നു. എ സർട്ടൻ സ്റ്റാൻഡേർഡ് മെഷർ വാസ് എംപ്ലോയിഡ് ടു ഗിവ് ദീസ് വേജസ്. ഇതൊക്കെ എത്ര ആൾക്ക് എത്ര നേരം പണിയെടുത്തതിന് എത്ര കൂലി കൊടുക്കണം എന്നുള്ളതിനൊക്കെ ഒരു നിയതമായ ഒരു അളവും മാനദണ്ഡവും ഒക്കെ രൂപപ്പെട്ടു വന്നിരുന്നു ആ കാലഘട്ടത്തേക്ക്. ഇൻഫാക്ട് സത്യത്തിൽ പേയ്മെന്റ് ഇൻ കൈൻഡ് കണ്ടിന്യൂഡ് അലോങ് സൈഡ് മണി പേയ്മെന്റ്സ്. പൈസ കൊടുക്കുന്നതോടൊപ്പം തന്നെ പോരാത്ത പൈസക്ക് ചിലപ്പോൾ സാധനങ്ങളും കൂടി കൊടുത്തിട്ടായിരിക്കും ആ പ്രശ്നം പരിഹരിക്കുന്നത്. ലെജിസ്ലേഷൻ ടുവേർഡ്സ് അബോളിഷൻ ഓഫ് ബോണ്ടഡ് ലേബർ. നമുക്ക് ഈ നിർബന്ധിത തൊഴിൽ സേവനം നിർത്തലാക്കി ഇന്ത്യയിൽ, നമുക്കറിയാം. അതിനെ സംബന്ധിച്ചുകൊണ്ട് നിയമങ്ങളൊക്കെ പാസ്സാക്കി. അതിനുശേഷം ആൻഡ് മിനിമം വേജ് സ്ട്രക്ചർ ഓൺ ദ ഹാൻഡ്. ഒരു വശത്ത് മിനിമം ഇത്ര കൂലി വേണമെന്നുള്ളതിന് സംവിധാനം അതൊരു വശത്ത്, ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് പ്രോഗ്രാം ഓൺ ദി അതർ. മറുവശത്ത് തൊഴിലുൽപാദനത്തിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുതരുന്ന പുതിയ പദ്ധതികൾ. ഇതൊക്കെ റിഫ്ലക്ട് കൺസേൺ ബൈ ദ ഗവൺമെന്റ് ഫോർ ദിസ് സെക്ഷൻ. ഇത്തരം വിഭാഗങ്ങളോടുള്ള ഗവൺമെന്റിന്റെ പരിഗണനയും ശ്രദ്ധയും പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. സച്ച് മെഷേഴ്സ് ആർ ഹവർ ഫാർ ഫ്രം ഇഫക്റ്റീവ്. പക്ഷേ ഇങ്ങനെ ഗവൺമെന്റ് സ്വീകരിച്ച നടപടിക്രമങ്ങളും പലതും ഫലപ്രദം എന്ന് പറയാൻ സാധിക്കാത്തത്രയും അകലങ്ങളിലായിരുന്നു. ദി അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഹെൻസ് കൺസ്റ്റിറ്റ്യൂട്ട് ദ വീക്കസ്റ്റ് സെക്ഷൻ ഓഫ് ദ റൂറൽ സൊസൈറ്റി. അതുകൊണ്ട് കർഷക തൊഴിലാളികള് ഗ്രാമീണ സമൂഹത്തിലെ ഏറ്റവും ദുർബലമായ വിഭാഗങ്ങളായിരുന്നു എന്ന് നമുക്ക് പറയാം. അവസാനത്തെ നമ്മൾ ആർട്ടിസാൻസിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യുക. കാരണം ഇന്ത്യൻ സൊസൈറ്റിയിലെ സോഷ്യൽ ക്ലാസുകൾ എപ്രകാരമായിരുന്നു, അവരുടെ കണ്ടീഷൻ എന്തായിരുന്നു, ആ സ്വാതന്ത്ര്യം കിട്ടിയ ആ ഈവില അല്ലെങ്കിൽ അതിന് ശേഷമുള്ള തൊട്ടടുത്ത നാളുകളിൽ. ഇതാണ് നമ്മുടെ ചോദ്യം. ആർട്ടിസൻസ് അഥവാ കരകവേലക്കാരായ മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സം ഓഫ് ദീസ് ആർ ലൈക്ക് കാർപ്പൻറ്റർ, ബദായി എന്നാണ് കാർപ്പൻറ്റർ പറയുന്നത്. അയൺ സ്മിത്ത്, ലുഹാർ അഥവാ ലോഹാർ എന്നാണ് പറയുക. ദി പോട്ടർ, കുശവൻ അഥവാ കളിമൺ പാത്ര നിർമ്മാതാവ്, കുംഹാർ എന്നാണ് പറയുക. ആൻഡ് സോ ഓൺ. ഇങ്ങനെ പല വിഭാഗങ്ങൾ. നോട്ട് ഓൾ വില്ലേജസ് ഹാഡ് ഫാമിലീസ് ഓഫ് ദീസ് ആർട്ടിസൻസ്. പിന്നെ ഇത്തരത്തിലുള്ള കൈവേലക്കാരായ, കൈത്തൊഴിലുകാരായ ഈ കരകൗശലക്കാരുടെ കുടുംബങ്ങൾ താമസിക്കുന്നത് എല്ലാ ഗ്രാമത്തിലും ഉണ്ടാകണമെന്നില്ല. ബട്ട് അണ്ടർ ദ ജാജ്മാനി സിസ്റ്റം, പക്ഷെ ജാജ്മാനി സിസ്റ്റത്തിൽ സംടൈംസ് എ ഫാമിലി ഓഫ് ദോസ് ഒക്കുപേഷണൽ കാസ്റ്റ്, ഇത്തരത്തിൽ തൊഴിൽ ചെയ്യുന്ന കാസ്റ്റുകാരുടെ ഒരു ഫാമിലി സെർവ്ഡ് മോർ ദാൻ വൺ വില്ലേജ്, ഒന്നിലേറെ ഗ്രാമങ്ങളിൽ സെർവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റൂറൽ ആർട്ടിസാൻസ് ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ വേർ ഹാർഡ് ഹിറ്റ്. ഗ്രാമീണ കൈത്തൊഴിലാളികളും അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ്മെനും ഒക്കെയാണ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതത്തിലായത് അണ്ടർ ദ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ. ആസ് ദേ കുഡ് നോട്ട് കമ്പീറ്റ് വിത്ത് മെഷീൻ മെയ്ഡ് ആൻഡ് ചീപ്പ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. കാരണം വേറൊന്നുമല്ല, അവരുണ്ടാക്കുന്ന കൈത്തൊഴിൽ ഉൽപ്പന്നങ്ങൾക്ക്, കരകൗശല വസ്തുക്കൾക്ക് യന്ത്രനിർമ്മിതമായ വസ്തുക്കളോട് കിടപിടിക്കാൻ പറ്റുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതും കൂടുതൽ സമയമെടുത്ത മാൻമെയ്ഡ് വർക്ക് എന്ന രീതിയിൽ മനുഷ്യൻ ചെയ്യുന്ന അധ്വാനം തമ്മിൽ കിടപിടിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന സോഷ്യൽ ക്ലാസസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അവസാനം ഈ ആർട്ടിസൻസിനെ കുറിച്ച് കൂടെ പറഞ്ഞാണ് അവസാനിപ്പിക്കേണ്ടത്. ടെനൻസിനെ കുറിച്ചും മറ്റ് പല പെസന്റ് പ്രൊപ്രൈറ്റേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു.